കൂട്ടുകാരെ, എൻ്റെ ജോബ് ഹോം നേഴ്സാണ്. ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നൊരു ജോബാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ബത്തേരി ആയുർവേദ താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ഓരോരുത്തർക്ക് സ്നേഹവും കരുതലും കൊടുക്കുമ്പോൾ അത് നാളെ നമുക്ക് തിരിച്ച് ഡബിളായിട്ട് ദൈവം തിരിച്ചു തരും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എനിക്കെന്തായാലും അച്ഛനും അമ്മയില്ല. അപ്പോൾ മറ്റുള്ള മാതാപിതാക്കളെ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത്. അവരുടെ ചീത്തയും അവർ നമ്മളെ ശാസിക്കുന്നതും അതൊക്കെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും. എനിക്ക് പല സ്ഥലത്തുനിന്നും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മളെ ചീത്ത പറയും. ചിലപ്പോൾ ഞാൻ മെൻ്റൽ പേഷ്യൻറ്റിനെ വരെ നോക്കുമ്പോൾ അവരുടെ നടി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നല്ല സ്നേഹമായിരിക്കും അമ്മയ്ക്കൊക്കെ. കാരണം മക്കൾ സ്നേഹം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതലൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതുപോലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മാതാവിനെ നോക്കിക്കൊണ്ടാണ്. ആ മാതാവിന് സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നായിരുന്നു. ഇപ്പോൾ ഒരുവിധമൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ബത്തേരി ആയുർവേദ താലൂക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ അമ്മ ഒരുവിധം സ്റ്റേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കലും നമ്മൾ ഇന്ന് ചെറുപ്പമാണ്, നാളെ നമ്മൾ ഏത് അവസ്ഥയിലാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ഇന്ന് നല്ല കൊഞ്ചിച്ചിട്ടും താലോലിച്ചും നമ്മൾ വളർത്തുന്നുണ്ട്. നാളെ നമ്മുടെ മക്കളെ നമ്മൾ വല്ല അനാഥാലയത്തിലോ വല്ല തെരുവിലോ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എവിടെ ആയാലും ആരെടുത്തായാലും അമിതമായിട്ടുള്ള സ്നേഹം ഒഴിവാക്കുക. എല്ലാത്തിനും ഒരു പരിധി വയ്ക്കുക. പ്രായമായി വരുമ്പോൾ ഇന്ന് നമ്മൾ ഓരോ അമ്മയെയും അച്ഛനമ്മമാരെയും നമ്മൾ വേദനിപ്പിക്കുമ്പോൾ നാളെ ദൈവം നമുക്കത് തിരിച്ചടി തരും എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ നല്ല സ്നേഹത്തോടു കൂടിയിട്ട് പരിചരിക്കുക, സ്നേഹത്തോടു കൂടി അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക. ശരിയാണ്. ഒരു കാര്യം കൂടി, നമുക്കൊരു കുടുംബജീവിതമാകുമ്പോൾ നമുക്ക് മാതാപിതാക്കളെ നോക്കാൻ ടൈമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ നോക്കാൻ അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം പട്ടിണി കിടന്നിട്ടായിരിക്കും നമ്മളെ നോക്കിയിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ അതൊരു നിമിഷം നമ്മൾ പഴയ കാലത്തേക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ തോന്നില്ല. അവരോട് കൂടുതൽ സ്നേഹമേ തോന്നും. ഭാര്യയും അമ്മയും ഉള്ളപ്പോൾ രണ്ടു പേർക്കും തുല്യ സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം നമ്മൾ ഇന്ന് അവരെ നോക്കിയാൽ നാളെ നമ്മളെ നോക്കാൻ മക്കളില്ലെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ട്. ദൈവം നമുക്കായിട്ട് ആരെങ്കിലും അയച്ചു തരും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇപ്പോൾ ഇവരെ നോക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു വേറൊരു അനുഭൂതിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ്. കാരണം ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. എന്നാലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്നാലും നമ്മളത് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ആ മുഖം കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ തോന്നില്ല. ഈ കുഞ്ഞു കുട്ടികളെയും ഈ പ്രായമായവരും ഒരേപോലെയുള്ള വാശിയാണ്. കുറച്ച് കൂടുതൽ ഇവർ കാണിക്കും. അത് വേറെ. കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ അറിയാതെ അടിച്ചെങ്കിലും, പക്ഷെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ മക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ അച്ഛനും അമ്മയെയും ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് മനസ്സാലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളും വലുതായി കഴിഞ്ഞ് നമ്മളും പ്രായമാകുമ്പോൾ നമുക്കും ഇതൊരവസ്ഥ വരാതിരിക്കാൻ കൂടിയാണ്. അപ്പോൾ എല്ലാവരും സ്വന്തം മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കുക, നന്നായി ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അപ്പോൾ ലച്ചുട്ടി പോട്ടെ, ബൈ ബൈ.